ഇതാ ഒരു ഡിഫറൻ്റ് ആയ ബോക്സ് സാംസങ് നമുക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ഒരു ലെതർ ഫിനിഷോട് കൂടിയ ബോക്സ് ആണ്. ഈ ബോക്സിന്റെ മുകളിൽ ഗാലക്സി F55 5G ക്രാഫ്റ്റഡ് ബൈ ദ മാസ്റ്റേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഗാലക്സി F55 5G എന്ന് എഴുതിയ സാംസങ്ങിന്റെ ഫോണിന്റെ ബോക്സ് ഇരിക്കുന്നുണ്ട്. സോ അപ്പോൾ ഗാലക്സി F55ന്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ദാ സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഗാലക്സി F55. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ഗാലക്സി F55 വൺ ആൻഡ് ഓൺലി ലെതർ ഫിനിഷ് ഉള്ള സാംസങ്ങിന്റെ ഫോൺ. ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നത് ഇത് മാത്രമാണ്, ഗാലക്സി F55 5G. ഈ ഒരു ഫോണിന് 7.8 mm തിക്നെസ്സേ വരുന്നുള്ളൂ. വളരെ സ്ലിം ആണ്. 180 ഗ്രാമിന്റെ വെയിറ്റേ ഉള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സൈഡിലൊക്കെ ഒരു ഗോൾഡൻ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്. ക്യാമറയിലാണെങ്കിൽ ഒരു ഗോൾഡൻ ഡീക്കോ കാണാം. അതായത് അതിന്റെ ചുറ്റുമുള്ള വളയം അത് സ്റ്റീലൊന്നും അല്ല, ഗോൾഡൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ കാണാൻ സുന്ദരമായ ഒരു സാംസങ് ഫോൺ. ഈ അടുത്ത കാലത്ത് ബഡ്ജറ്റ് റേഞ്ചിൽ റിവ്യൂ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ഒരു ഫോണായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. ഇനി പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 7 Gen 1 പ്രോസറാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയ പ്രോസറാണ്. 4nm പ്രോസസ് ടെക്നോളജിയിൽ വരുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൽ F സീരീസിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് 12 GB റാം കൊടുത്തിട്ടുണ്ട്. 12 GB റാം, 256 GB സ്റ്റോറേജ്, ഒപ്പം തന്നെ 8 GB റാമും അവൈലബിൾ ആണ്. ബട്ട് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ 12 GB റാമിന്റെ ഫോൺ വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഗെയിമിങ്ങിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, BGMI ഒക്കെ സ്മൂത്ത് എക്സ്ട്രീമിൽ നമുക്ക് ഈ കാണുന്ന രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. വലിയ അങ്കലാപ്പില്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഗെയിമും കളിക്കാമെന്ന് സാരം. ഗെയിം പ്ലേ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. വേറെ ത്രോട്ട്ലിങ്ങോ ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനത്തെ വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഈ ഫോണിലില്ല. ഡീസെന്റ് ആയിട്ടുള്ള One UI 6.1ന്റെ പെർഫോമൻസ് കിട്ടും. ആൻഡ്രോയിഡ് 14ലാണ് വരുന്നത്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്, ടോട്ടലി സ്മൂത്ത് ആയ ഡീസെന്റ് ആയ സാംസങ്ങിന്റെ ഒരു UI പെർഫോമൻസ് ഈ ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യാമറ സാമ്പിളുകളൊക്കെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത്. ഇതൊരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്. എങ്ങനെയുണ്ട് ഈ ക്യാമറ സാമ്പിളുകൾ നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്. മെയിൻ ക്യാമറ 50 മെഗാപിക്സലിന്റെ OIS ക്യാമറയാണ് വരുന്നത്. 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. പിന്നെ ഒരു 2 മെഗാപിക്സലും കൂടുതലുണ്ട്. എന്തായാലും ഫ്രണ്ടിൽ 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. എന്തായാലും ഇങ്ങനെയാണ് ഇതിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയത്. എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ക്യാമറയ്ക്ക് അപ്പുറം ഇതിൽ ചില എഡിറ്റിംഗ് ഫീച്ചേഴ്സ് കൂടിയുണ്ട്. ഇതിന്റെ ഗാലറിയിൽ ഞാനൊന്ന് കാണിക്കാം. ഒബ്ജക്റ്റ് ഇറേസർ നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഇത് അതുപടിയും വരുന്നുണ്ട്. നമുക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ ഈസിയാണ്. അതൊരു പരിധി വരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇമേജ് ക്ലിപ്പർ എന്നൊരു സംവിധാനമുണ്ട്. ഒരു ഫോട്ടോ ഇതൊരു ഭാഗമൊക്കെ ഇങ്ങനെ അടർത്തിയെടുത്ത് അതിനെ സ്റ്റിക്കറാക്കി മാറ്റാനും സ്റ്റിക്കറാക്കി സേവ് ചെയ്യാനും സാധിക്കും. പിന്നെ ഡുവൽ റെക്കോർഡിംഗ്, സോ ആ ഒരു ഫീച്ചറൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നോക്കാം. ഇനി ഇതിന്റെ ബാറ്ററി നോക്കിയാൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ടിന്റെ ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജർ നിങ്ങൾ വേറെ വാങ്ങിക്കണം. ഡീസെന്റ് ആയ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് ഈ ഫോണിൽ. വേറെ ഇഷ്യൂസ് ഒന്നും ആ ഭാഗത്തില്ല. ഇനി ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.7 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ സൂപ്പർ ആമോലെഡ് പ്ലസ് ഡിസ്പ്ലേ ആണ്. 1000 nitsന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡും വരുന്നുണ്ട്. സോ അത്യാവശ്യം ഡീസെന്റ് ആയ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള നിങ്ങൾക്ക് ഇവിടെ കാണാം. വിഷ്വൽ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്ന നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒപ്പം വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിലൊന്നും പ്രശ്നങ്ങൾ വരില്ല. സോ അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ട്. സോ അപ്പോൾ വിഷ്വൽ ക്വാളിറ്റി അതേപോലെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് വേറെ അപാകതകളൊന്നുമില്ല. ഡീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കാണാം, ആസ്വദിക്കാം. ഇനി ഇതിനൊക്കെ പുറമെ സാംസങ്ങിന്റെ ചില സ്പെഷ്യൽ ഫീച്ചറുകൾ, ക്വിക്ക് ഷെയർ പോലുള്ള ഫീച്ചറുകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ സെക്യൂർ ഫോൾഡർ വരുന്നുണ്ട്. പിന്നെ പ്രൈവസി ഡാഷ്ബോർഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ ഡാറ്റകളുടെയും ഒരു ഡീറ്റെയിൽസ് ഇവിടെ കാണാം. പിന്നെ നോക്സ് വാൾട്ട്, സാംസങ്ങിന്റെ നോക്സ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ആ വക എല്ലാ സാംസങ് ഫീച്ചേഴ്സും ഈ ഫോണിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു ഫോണിന്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം നമ്മൾ പറഞ്ഞു. നമ്മളൊരു അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറയാം. ഇനി ഈ ഫോണിന്റെ പ്രൈസ് 26,999 രൂപയാണ്. 2000 രൂപയുടെ ബാങ്ക് ഓഫർ കാണിക്കുന്നുണ്ട്. സോ 24,999 നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ചില ഏർലി സെയിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിത് ആദ്യ ഭാഗത്ത് തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ ഫിറ്റ് 3 ഒക്കെ 1999 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ 45 വാട്ടിന്റെ ചാർജറൊക്കെ വേണമെങ്കിൽ 499 രൂപയ്ക്ക് തന്നെ കിട്ടും. സോ അത്രയുമാണ് സാംസങ് F55 എന്ന ഈ ഫോണിന്റെ ഒരു പെട്ടി പൊട്ടിക്കൽ ചടങ്ങ്. എങ്ങനെയുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യുക. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ഒന്ന് ചെക്ക് ചെയ്തോളൂ. സോ അത്രയുമാണ് ഈ ഫോണിന്റെ ഒരു വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.